എന്റെ പാഴ്വിളക്കിൽ ദൈവം തിരി തെളിച്ചു, എന്റെ മൺകുടിലിൽ ദൈവകൃപ നിറഞ്ഞു. എന്റെ മോഹങ്ങൾ ചിറകേറി പറന്നുയർന്നു, നിന്റെ സ്നേഹത്തിൻ്റെ രഥമേറി ഞാൻ ഉയരാം. യേശുവേ എൻ സ്നേഹമേ, ജീവനാം എൻ നാഥനേ. യേശുവേ എൻ സ്നേഹമേ, ജീവനാം എൻ നാഥനേ. നിന്റെ കാരുണ്യ ദീപത്തെ വാഴ്ത്തിടുന്നു, നിന്റെ സ്നേഹത്തെ ധ്യാനിച്ച് സ്തുതിച്ചിടുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബം, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ എല്ലാവരെയും ഈശ്വരനിലേക്ക് സമർപ്പിക്കാം. നമ്മളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ആ പൊന്നു കർത്താവ്, അവൻ വിശ്വസ്തനാണ്, സ്നേഹനിധിയാണ്, കാരുണ്യവാനാണ്. ഇന്ന് നമ്മളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവസരമൊരുക്കി ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, മാതാവേ, അവയുടെ പ്രത്യേകമായ മധ്യസ്ഥ ഞങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധ സകല മലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പേരിന് കാരണബദ്ധരായ സകല വിശുദ്ധരെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന സകല ആത്മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4 ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും സന്തോഷത്തിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത്. ആണോ? എല്ലാവരും സന്തോഷത്തിലാണോ? ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവേൻ, നമ്മുടെ കർത്താവിൽ എപ്പോഴും ആനന്ദിക്കുവേൻ. കർത്താവ് നമ്മളെ ദുഃഖിക്കാനോ സങ്കടപ്പെടാനോ അല്ല ഈ ലോകത്തിൽ നമ്മളെ വിളിച്ചു നിർത്തിയിരിക്കുന്നത്. കർത്താവിനെ സന്തോഷിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ, ദുഃഖത്തിലായാലും വേദനയിലായാലും ഏതവസ്ഥയിലാണെങ്കിലും സന്തോഷത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പ്രഭാഷണന്റെ പുസ്തകം 30:22-23 ഇങ്ങനെ പറയുകയാണ്: ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആയുസ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? സന്തോഷത്തെ ആശ്രയിച്ചാണ് നമ്മുടെ ആയുസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സന്തോഷിക്കുന്നത് എന്തിനാണ്? ഈ ലോകത്തിലുള്ള ആനന്ദത്തിലല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൽ സന്തോഷിക്കുവിൻ. അതാണ് പൗലോസ് പറഞ്ഞു വെച്ചത്. നമ്മുടെ അതരങ്ങൾ തുറന്ന് നമ്മുടെ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി, ഇതാ നമ്മളെ വിളിച്ചവൻ, ഈ ആയുസ് നൽകി, ഈ ആയുസ് മുഴുവൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇതുവരെ ജീവിച്ചു, അവനൊന്നും കൊടുത്തില്ല. അവൻ കൊടുക്കേണ്ട മഹത്വം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നൽകി. ഇതാ ഈ നിമിഷം സകല മഹത്വവും നമ്മുടെ കർത്താവിന് കൊടുത്തുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ. എല്ലാവരും അതിരം തുറന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ സൗഖ്യദായകനാണ്, അവൻ ജീവദായകനാണ്.
നമ്മൾ പഴയ നിയമത്തിൽ ദാവീദ് രാജാവിനെ കാണുന്നുണ്ട്. ദാവീദ് രാജാവ് ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനായിട്ടാണ് കർത്താവ് ദാവീദിനെ വിളിക്കുന്നത്. എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരുവൻ. ഹല്ലേലൂയ. ഇത് നമ്മളെ നോക്കിയും കർത്താവ് ആഗ്രഹിക്കുന്ന ഇതാണ്. ഇതാ എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരുവൻ ഇതായി ഇവിടെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളോട് പറയുകയാണ്, നീ എന്റെ ഹൃദയത്തിനിണങ്ങിയവളാണ്. ഹല്ലേലൂയ. അപ്പൊ അടുത്തിരിക്കണമെന്ന് പറഞ്ഞ കർത്താവ് പറയുന്നു, നീ എന്റെ ഹൃദയത്തിനിണങ്ങിയവനാണ്, അല്ലെങ്കിൽ ഹൃദയത്തിനിണങ്ങിയവളാണ്. ഒന്ന് കൈ കൊടുക്കുന്നു പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തിയെ കണ്ടെത്തുക, അത് കർത്താവ് വളരെ സന്തോഷമാണ്. അപ്പൊ നമ്മള് ഇത്രയും പേര് കർത്താവിന്റെ ഹൃദയത്തിനിണങ്ങിയവരായി മാറുമ്പോൾ കർത്താവ് എത്രയോ സന്തോഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 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 നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിത അവസ്ഥകളൊന്ന് നമുക്ക് ചിന്തിക്കാം. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ഹൃദയത്തിനിണങ്ങിയവനായി മാറുവാൻ, ഹൃദയത്തിനിണങ്ങിയവളായി മാറുവാൻ എനിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ എന്റെ ജീവിതത്തിൽ നിലനിൽപ്പുണ്ടോ? എന്തെങ്കിലും ബന്ധനങ്ങളുണ്ടോ? ഏതെങ്കിലും നിഷിദ്ധമായ വസ്തുക്കൾ, ഏതെങ്കിലും നിഷിദ്ധമായ അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ നിലനിൽപ്പുണ്ടോ എന്ന് നമുക്ക് കണ്ണുകളടച്ചൊന്ന് പരിശോധിക്കാം. ദാവീദ് രാജാവ് ഹൃദയത്തിനിണങ്ങിയായിരുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് ഇതാ ഒരു ദിവസം താൻ പോലും മനസ്സിൽ വിചാരിക്കാതെ പാപത്തിന് അടിമയായി മാറുകയാണ്. നമ്മൾ പലപ്പോഴും ദൈവഹിതമല്ലാത്ത രീതിയിൽ ദൈവത്തിനെതിരായി പ്രവർത്തിച്ച നിമിഷം, കർത്താവിന്റെ ഹിതം അന്വേഷിക്കാതെ ജീവിച്ച നിമിഷങ്ങൾ, ഒരുപക്ഷെ ദൈവത്തെ തന്നെ പൂർണ്ണമായി അറിയുവാൻ സാധിക്കാതിരുന്ന വർഷങ്ങളോളം നമ്മൾ ജീവിച്ച ദിവസങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തെ അറിഞ്ഞ് അവിടുത്തെ മഹത്വം നമ്മൾ പലപ്പോഴും ദർശിക്കുവാൻ തുടങ്ങി. എന്നിട്ട് പലപ്പോഴും നമ്മൾ പാപത്തിൽ വീണുപോകുന്നു. ഒരുപക്ഷെ നമ്മുടെ അറിഞ്ഞോ അറിയാതെയുള്ള ഓരോ പാപങ്ങളും നമ്മൾ പലപ്പോഴും ഏറ്റുപറഞ്ഞു ഇതാ വീണ്ടും നമ്മൾ ആ പാപത്തിൽ വീഴുന്നു. പല പ്രാവശ്യം നമ്മൾ കുമ്പസാരത്തിലേക്ക് പറഞ്ഞു, പക്ഷെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല. എനിക്ക് അതിൽ നിന്ന് ഓടിയകലുവാൻ സാധിക്കുന്നില്ല. എനിക്ക് അതിനെ വെറുത്തുപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. ഈ അവസ്ഥയില് കർത്താവിന്റെ തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകണം. ഈ തിരുരക്തം കൊണ്ട് കഴുകി നമ്മുടെ പാപങ്ങളെ മോചിക്കുവാനായിട്ട് കുരിശിൽ ചിന്തിയ തിരുരക്തം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരക്തം, ആ തിരുരക്തം കൊണ്ട് കഴുകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. തന്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക. തന്റെ പാപങ്ങളെ ഓർത്ത് നമുക്കൊന്ന് പശ്ചാത്തപിച്ച് ഒരു ഉരുകിയ മനസ്സോടുകൂടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ പറയുകയാണ്, ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. അവിടുത്തെ സന്നിധിയില് നമ്മളെ തന്നെ ഒരു നിമിഷം വിട്ടുകൊടുക്കാം. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം. എന്റെ ദൈവമേ, ഇനി നിമിഷം വരുന്നത് വരെ ഞാൻ വാക്കുകൾ കൊണ്ട് എത്രത്തോളം ദൈവത്തിനെ വേദനിപ്പിച്ചു. നിന്റെ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണെന്ന് കർത്താവ് അരുളി ചെയ്ത് ഞാൻ എത്ര പ്രാവശ്യം എന്റെ സഹോദരന്മാർക്കെതിരായിട്ട് തിന്മ നിരൂപിച്ചു. അവനെ മോശാന്ന് വിളിക്കുന്നവൻ, അവനെ വെട്ടിയെന്ന് വിളിക്കുന്നവൻ നരകത്തിന് അർഹനായി തീരുന്നു. സത്യത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം നരകത്തിന് അർഹനായി തീർന്നു. എന്നിട്ട് ഇതാ കർത്താവ് നമ്മളെ രക്ഷിക്കുന്നു. അവിടുന്ന് ഒരുവൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുവൻ പോലും അവിടുത്തെ സന്നിധിയിൽ അകന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അവിടുത്തെ സന്നിധിയിലായിരിക്കുവാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ, ഈ നിമിഷം വരെ അങ്ങയുടെ സന്നിധിയിൽ ചെയ്തു പോയ ഓരോ കുറവുകളും, ദൈവമേ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എത്ര പേർക്കെതിരെ ഞാൻ ഇന്ന് കുറ്റം വിധിച്ചു കർത്താവേ, എത്ര പേരെ ഞാൻ കളിയാക്കി, എത്ര പേരുടെ കുറവുകളിലേക്ക് ഞാൻ നോക്കി. ദൈവമേ,
പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ അശുദ്ധമായ അതിരമുള്ളവനും അശുദ്ധമായ അതിരങ്ങളുടെ ഉള്ളവരുടെ നടുവിൽ വസിക്കുന്നവനുമാണ് കർത്താവേ. ദൈവമേ, അവിടുത്തെ കരുണ എന്റെ മേൽ വർഷിക്കണമേ. ഞാനായിരുന്ന അവസ്ഥയിൽ എന്റെ മാതാവിന്റെ വചനത്തിൽ രൂപം കൊണ്ട നിമിഷം മുതൽ നിമിഷം വരെ കർത്താവേ അവിടുന്ന് എന്നെ അറിയുന്നു. ഞാൻ ചെയ്തുപോയ തെറ്റുകളായി ഏറ്റു പറയുന്നു കർത്താവേ. ദാവീദ് രാജാവ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ രചിച്ചൊരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ദാവീദ് രാജാവ് പാപം ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ ചെന്ന് വളരെ വിദഗ്ധമായി താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ദാവീദിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളത് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നാഥാൻ പ്രവാചകൻ പറയുകയാണ്, അല്ലയോ രാജാവേ, ഇതാ ഒരു ധനവാനായ മനുഷ്യന് കുറെ ആളുകളുണ്ടായിരുന്നു. എന്നാൽ ആ മനുഷ്യന്റെ അടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അവന് വെറും പെണ്ണാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ആയിരക്കണക്കിന് ആളുള്ള ഈ ധനവാന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു. ഈ വിരുന്നുകാരൻ ഈ പാവപ്പെട്ടവന്റെ പെണ്ണാടിനെ കൊന്നു വിരുന്നൊരുക്കി. അപ്പോൾ ദാവീദ് ചോദിക്കുകയാണ്, ആരാണ് ഇത്ര നികൃഷ്ടമായ ഈ പാപം ചെയ്തവൻ? അവൻ മരണത്തിന് അർഹനാണ് എന്ന് പറയുമ്പോൾ നാഥാൻ പറയുകയാണ്, അത് നീയാണ്. അപ്പോൾ ദാവീദ് പശ്ചാത്തപിച്ച് ഉപവസിച്ച് തന്റെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റു പറയുകയാണ്. അവിടെ ദാവീദ് പറയുന്ന ഒരു പ്രധാന വാക്കുണ്ട്, കർത്താവേ, അവിടെ എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത് എന്ന്. നമ്മളും ഈ നിമിഷം പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുവാൻ എനിക്കിടയാകരുത്. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീക്കി നമുക്കൊന്ന് സ്തുതിക്കാം. കർത്താവേ, ഞങ്ങൾ ചെയ്തുപോയ എല്ലാ തെറ്റുകളും ഏറ്റെടുത്ത് ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു രൂന്ന മനസ്സോടുകൂടി നിമിഷം നമുക്കായിരിക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളും കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് ജീവദായകമാണ്, സൗഖ്യദായകമാണ്. ഈ നിമിഷം നമുക്ക് സൗഖ്യം തരാൻ ശക്തനാണ്. പക്ഷേ നമ്മുടെ പാപങ്ങൾ നമ്മളെയും ഈശോയെയും തമ്മിൽ അകറ്റി നിർത്തുന്നു. ഈ നിമിഷം ഏറ്റു പറയുക, ഹല്ലേലൂയ, യേശുവേ നിന്റെ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ മാത്രം ഹല്ലേലൂയ, യേശുവേ നിന്റെ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ ആരാധന, യേശുവേ. ആത്മാർത്ഥമായിട്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നമ്മുടെ തെറ്റുകളെ ഒരിക്കലും ഭാഗത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കരുണ
അവിടുത്തെ മുറിവുകളൊക്കെ വലുതായെന്ന് നമ്മൾ അറിയുന്നില്ല. മനസ്സേ വന്നീടും നേരവും തളരാതെ എന്നെ നീ കാത്തിടണേ. കഥനങ്ങൾ മനസ്സേ വന്നീടും നേരവും തളരാതെ എന്നെ നീ കാത്തിടണേ. കനിവിന്റെ ചാലുകൾ ഹൃദയത്തിനുള്ളിലാ തീർത്തിടണേ എന്റെ സ്നേഹതാതാ. തീർത്തിടണേ എന്റെ സ്നേഹതാതാ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. ഒന്ന് വിളിച്ചേ ഈശോയെ, അവിടുത്തെ കരുണക്കായിട്ട് ഒന്ന് വിളിക്കുക ഈശോയെ. യേശുവേ, യേശുവേ, കരുണ തോന്നണമേ. ഭാവിയാണ് കർത്താവേ. ഭാവിയാണ് കർത്താവേ. നിന്റെ കരുണ നീട്ടണമേ ഞങ്ങളിലേക്ക്. രക്ഷിതാക്കളുമോ പ്രേതവുമാണ്. ദൈവത്തിന്റെ കരുണ യേശുവേ, കരുണ തോന്നണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരുണ രക്ഷിതാവാണ്. യേശുവേ, യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. യേശുവേ, പിതാവിനും യേശുവിനും നമുക്കെല്ലാവർക്കും വിഷയം നോക്കാം. അവിടുത്തെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി പ്രാപിക്കുന്നത് വരെ ഈ നഗരം വിട്ട് വെളിയിൽ പോകരുത്. അവർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സിഖിയോൻ ശാലയിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈശോയുടെ ഉയർപ്പുകഴിഞ്ഞുള്ള ഈ ദിവസങ്ങളിൽ കടന്നു വരുന്നത് നമ്മളും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഗമന കാലത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുവാനായിട്ട്, നമ്മുടെ ജീവിതാവസ്ഥയുടെ മേൽ കടന്നു വരുവാനായിട്ട്, നമ്മുടെ കുടുംബത്തിന്റെ മേൽ കടന്നു വരുവാനായിട്ട് പരിശുദ്ധാത്മാവാണ് സകലതും നിയന്ത്രിക്കുന്നത്. അവിടുന്നാണ്
സകലത്തെയും ക്രമപ്പെടുത്തുന്ന അവിടുന്നാണ്. ആദ്യം മുതലേ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കൂടെ നടന്ന് എല്ലാം ക്രമപ്പെടുത്തി ഈ ലോകത്തെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ചപ്പോൾ കൂടെ എന്ന പരിശുദ്ധാത്മാവ്, എല്ലാം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്, ആ ചലിക്കുന്ന ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായി. എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എനിക്ക് വിശുദ്ധിയിലേക്ക്, ആത്മാവിന്റെ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. എന്റെ ആത്മാവിനെ എല്ലാ കുറവുകളും നമ്മൾ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ഇതാ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് അങ്ങ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. ലോകത്തിന്റെ അതിർത്തികൾ വരെ, യൂദയായാലും സമരയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നമ്മൾ കർത്താവിന് സാക്ഷികളായി മാറുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുവാനായിട്ട് ആഗ്രഹിക്കുക. ഓ പരിശുദ്ധാത്മാവെ വരണമേ എന്ന് ആഗ്രഹിച്ച് ഉള്ളിൽ നിന്ന് ആ ദാഹം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് പരിശുദ്ധാത്മാവാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നത്. നമ്മുടെ ജോലി മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവിടെ എല്ലാം ശാന്തമാവുന്ന, എല്ലാം ക്രമപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പലതിനെയും നമുക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥ. ഈ അവസ്ഥകൾ മാറണമെങ്കിൽ ആത്മാവിന്റെ ശക്തിക്കായിട്ട് നമ്മൾ എന്നും എപ്പോഴും ദാഹിച്ചുകൊണ്ടിരിക്കണം. ഈ ദാഹം നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവ് നിറയാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. എപ്പോഴും ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക, എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതിരങ്ങളിൽ എപ്പോഴും സ്തുതികൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് തനിയെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, ആത്മാവിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ജീവിതാവസ്ഥയിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ കരങ്ങളടിച്ചുകൊണ്ട് വേണം നമ്മൾ കർത്താവിനെ ആഗ്രഹിക്കുവാനായിട്ട്. കരങ്ങളടിച്ചുകൊണ്ട് വേണം പരിശുദ്ധാത്മാവിനെ നമ്മൾ ആഗ്രഹിക്കാനായിട്ട്. പരിശുദ്ധാത്മാവിനെ നിറയണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം രണ്ട് കരങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സ്തുതിക്കുക. ഭാഷാപരത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കരങ്ങൾ ചേർത്തടിച്ചുകൊണ്ട് താളത്തെ
നന്ദി നന്ദി നല്ല ദൈവമേ, നിത്യവും നയിച്ചിടുന്ന സ്നേഹദൈവമേ. നന്ദി നന്ദി നല്ല ദൈവമേ, നിത്യവും നയിച്ചിടുന്ന സ്നേഹദൈവമേ. താതനും പുത്രനും പാവനാത്മനും ഹല്ലേലൂയ പാടി ഞങ്ങൾ നന്ദിയേകുന്നു. താതനും പുത്രനും പാവനാത്മനും ഹല്ലേലൂയ പാടി